രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഞാൻ പ്രത്യേകമായ ആശംസ നേരുകയാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ എന്തുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്, അവൻ്റെ പ്രഭാതവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. തുണിക്കച്ചവടക്കാരുടെ പ്രഭാതം തുണിയുമായി ബന്ധപ്പെട്ടാണ്. മരക്കച്ചവടക്കാരുടെ പ്രഭാതം മരവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഓരോരുത്തരും അവരവർ ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. ആയിരമായിരം എന്നല്ല കോടിക്കണക്കിന് ആശംസകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും സാധിച്ച മക്കൾക്ക് നേരട്ടെ. കാരണം അവരുടെ ഓരോ പ്രഭാതവും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദയം ചെയ്യുന്നത്. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്ന, ഖുർആനിക വിജ്ഞാനങ്ങളിൽ അവഗാഹം നേടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരോടുമുള്ള പ്രധാന ഉപദേശങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് രണ്ട് ഗുണമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ വിജ്ഞാനത്തിൻ്റെ കവാടം തുറന്നു തരുന്നതാണ്. പടച്ചവൻ നിങ്ങളുടെ മേൽ ഈ വിഷയത്തിൽ വലിയ കാരുണ്യം ചൊരിയുന്നതാണ്. ഒന്ന് തലബ്, രണ്ട് അദബ്. എനിക്ക് അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കണം, ദീനിൻ്റെ ഇൽമ് കരസ്ഥമാക്കണം എന്ന നിഷ്കളങ്കമായ ആഗ്രഹവും പടച്ചവനോടുള്ള യാചനയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമതായി അദബ്, ബഹുമാനം, മര്യാദ. പ്രത്യേകിച്ചും വിജ്ഞാനത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന മുഴുവൻ വ്യക്തികളോടും വസ്തുക്കളോടുമുള്ള ആദരവ്, ഖുർആനിനോട്, കിതാബുകളോട്, ഉസ്താദുമാരോട്, നമുക്ക് സേവനം ചെയ്യുന്നവരോട് നമ്മൾ വലിയ മര്യാദയും ബഹുമാനവും കാണിക്കണം. ഒരു വ്യക്തിയുണ്ടായിരുന്നു, അദ്ദേഹം എപ്പോഴും ഇരുന്നു കൊണ്ടാണ് ഉറങ്ങുന്നത്, ഒരിക്കലും ഉറങ്ങാൻ കിടക്കാറില്ല. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരുന്നുറങ്ങുന്നത്? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇരുന്നുള്ള ഉറക്കത്തിൽ കൂടി തന്നെ എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നുണ്ട്. ഇല്ല, എന്നാലും എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, 4 ഭാഗത്തും എൻ്റെ ഉസ്താദുമാരുടെ താമസ സ്ഥലങ്ങളാണ്. അങ്ങോട്ടേക്ക് കാല് നീട്ടിയാൽ അദ്ദേഹത്തിലേക്ക് കാല് നീണ്ടുപോകും, ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇങ്ങോട്ട്. 4 ഭാഗത്തും അവരിലേക്ക് കാല് നീളുന്നത് ഞാൻ നന്നായി കാണുന്നില്ല. അല്ലാഹു തആല ഈ മര്യാദയുടെ ഫലമായി അദ്ദേഹത്തിന് മഹത്തരമായ പാണ്ഡിത്യം നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹം വലിയ പണ്ഡിതനായി മാറി. ഒരു കാലഘട്ടം ഈ സമുദായത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഈ സമുദായത്തിലെ ഓരോ വ്യക്തികളും ഇൽമുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ഒരു ഭാഗത്ത് വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കും, മറുഭാഗത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളെ അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ താഷ്കണ്ടിൽ ജമാഅത്തിൽ പോയി. അവിടെ ഉച്ചയോടടുത്ത സമയത്ത് ഗസ്റ്റിന് വേണ്ടി ഇറങ്ങുമായിരുന്നു. ഈ സമയത്ത് കാണുന്ന കാഴ്ച, ഈ വീട്ടിൽ നിന്ന് കുറേ കുട്ടികൾ ഇറങ്ങി വരുന്നു, ആ വീട്ടിൽ നിന്നും കുറേ പെൺകുട്ടികൾ പർദ്ദയണിഞ്ഞ് ഇറങ്ങി വരുന്നു, ഓരോ വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഈ വീട്ടിലെ വ്യക്തി, അദ്ദേഹം ബുഖാരി ഷരീഫ് അതിസമർത്ഥമായി പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ഈ വീട്ടിലെ വ്യക്തി, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പെൺകുട്ടികൾക്ക് ഹിഫ്ള് ചെയ്യിപ്പിക്കുന്ന സഹോദരിയാണ്. ഈ വീട്ടിലെ വ്യക്തി, അവർ തിർമിദി ഷരീഫ് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അതാത് വിജ്ഞാനം ആഗ്രഹിക്കുന്നവർ അവരുടെ അരികിൽ വരുമായിരുന്നു, എന്നിട്ട് പഠിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു. എന്നല്ല, കച്ചവടം നടത്തുന്നതിൻ്റെ ഇടയിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യം ഈ സമുദായത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാന്മാരുടെ പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഹൽവാനി, ഹൽവായി, അലുവ കച്ചവടക്കാരനായ ഇന്ന മഹാപണ്ഡിതൻ, ഇന്ന കച്ചവടക്കാരനായ വലിയ പണ്ഡിതൻ. മഹാന്മാരുടെ പേരിൻ്റെ അവസാനം വരുന്ന നാമങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. അദ്ദേഹത്തിൻ്റെ ജോലി അലുവ കച്ചവടമാണ്. കൂട്ടത്തിൽ അദ്ദേഹം ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇൽമ് പഠിപ്പിക്കൽ മാത്രമല്ല, ഫത്വ നൽകുന്നു. ആധികാരിക വിഷയങ്ങളിൽ വ്യക്തമായ മറുപടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ആളുകൾ അലുവ മേടിക്കാൻ മാത്രമല്ല വരുന്നത്, ദീനിൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാനും അവരുടെ ദിശാബോധം സ്വീകരിക്കാനും അവർ വരുമായിരുന്നു. പുരുഷന്മാരും ആൺകുട്ടികളും മാത്രമല്ല, സ്ത്രീകളും പെൺകുട്ടികളും വിജ്ഞാന കാര്യത്തിൽ വലിയ ആവേശം കാണിച്ചിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ അഗാധ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പെൺമക്കളും സ്ത്രീകളും ആ ഹദീസ് വിജ്ഞാനീയത്തിൽ വലിയ സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു.
ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന് ദർസ് നടത്തുന്ന സമയത്ത് മസ്ജിദ് നബവിയിൽ ഒരു വലിയ വിരിയുണ്ടാക്കി വിരിയുടെ അപ്പുറത്ത് മഹാനവറുകളുടെ പെൺമക്കൾ ഇരിക്കുമായിരുന്നു. പാടത്തിൻ്റെ ഇടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പാടമാണ്. ഇടയ്ക്ക് ക്ഷീണം വരും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചിലപ്പോൾ ചെറുതായിട്ട് മയങ്ങിപ്പോകും. ഈ സമയത്ത് മുമ്പിലിരിക്കുന്ന കുട്ടികൾ തെറ്റുവല്ലതും വായിച്ചാൽ മറയുടെ അപ്പുറത്തുള്ള പെൺകുട്ടികൾ ഒന്നെങ്കിൽ കൈയടിക്കുമായിരുന്നു, അല്ലെങ്കിൽ വടികൊണ്ട് ശക്തമായി ശബ്ദിക്കുമായിരുന്നു. ഉടനെ ഇമാം മാലിക് എഴുന്നേറ്റ് ഒന്നും കൂടെ വായിക്കാൻ പറയും. നോക്കുമ്പോൾ ആ വായനയിൽ തെറ്റുണ്ട് അദ്ദേഹം തെറ്റിതിരുത്തി കൊടുക്കുമായിരുന്നു. പെൺകുട്ടികളും സ്ത്രീകളും ദീനീ വിജ്ഞാനവുമായി വലിയ താല്പര്യത്തിൽ ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയാണ് മഹ്മൂദ് ഗസ്നവി. അദ്ദേഹം വലിയ ഭരണാധികാരിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് രണ്ട് വിഷയത്തിൽ സംശയമുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പിതാവ് ദബിസ്തഗീനാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിലെ അദ്ദേഹം അനാഥനായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് ചിലർ ഇദ്ദേഹം തെറ്റായ വഴിയിലൂടെ ജനനം കൊണ്ട ആളാണെന്ന് ആക്ഷേപിച്ചിരുന്നു. അദ്ദേഹത്തിനതിൽ മാനസികമായി വലിയ സംശയമായിരുന്നു, എൻ്റെ വാപ്പ ഇന്നയാൾ തന്നെയാണോ. രണ്ടാമതായി അദ്ദേഹത്തിന് ഒരു സംശയമുണ്ടായിരുന്നു, സാധാരണ പണക്കാർക്കും മറ്റും ഉണ്ടാകുന്ന സംശയം. ഞങ്ങൾ എന്തിനാണ് ഈ ആലിമീങ്ങൾക്ക് ഇങ്ങനെ വലിയ സേവനങ്ങളെല്ലാം ചെയ്യുന്നത്? പൈസ മുടക്കുന്നതും നമ്മൾ, ആഹാരം കൊടുക്കുന്നതും നമ്മൾ, എല്ലാ കാര്യങ്ങളും നമ്മളാണ് നോക്കുന്നത്. പക്ഷേ ആലിമീങ്ങൾ മാറിയിരുന്ന് ഞങ്ങൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് വലിയ പെരുമ്പറ കൊട്ടുന്നല്ലോ, അവർക്കങ്ങനെ വലിയ സ്ഥാനമൊന്നുമില്ല എന്നും അദ്ദേഹത്തിന് ചെറിയ സംശയമുണ്ടായിരുന്നു. അതിനോടുകൂടി ദീനുമായി വളരെ ബന്ധമുള്ള വ്യക്തിയുമാണ്. അല്ലാഹു തആല അത്തരം ആളുകളെ തെറ്റിൽ നിന്ന് തിരുത്തും. ഒരു രാത്രി, തണുപ്പ് നിറഞ്ഞ രാത്രി, അദ്ദേഹം ജനങ്ങളെ നോക്കുന്നതിന് വേണ്ടി കൂട്ടുകാരോടൊപ്പം പുറത്തേക്ക് പുറപ്പെട്ടു. തണുപ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ശൈത്യം നിറഞ്ഞ നാടുകളിൽ, ഡൽഹിയിലും മറ്റും ഇന്നും രാത്രി ചെറിയ കടകളെല്ലാം തുറന്നു വെക്കും. അവിടെ ജിലേബിയും അതുപോലെ പാലുമെല്ലാം കാച്ചി ജനങ്ങൾ കുടിക്കാറുണ്ട്. ഇങ്ങനെ ആ പട്ടണത്തിൽ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ചെറിയൊരു കട ഇങ്ങനെ നടത്തുന്നു. ആ കട നടത്തുന്ന ആ വെളിച്ചത്തിലേക്ക് ഒരു വിദ്യാർത്ഥി ദൂരെ നിന്നും വന്ന് ആ വിദ്യാർത്ഥി കിതാബ് നോക്കും. എന്നിട്ട് കുറച്ച് മനസ്സിലാക്കി ദൂരെ ഇരുട്ടിൽ പോയി അത് കാണാതെ പഠിക്കും. വീണ്ടും വന്ന് ഈ കടക്കാരൻ്റെ ചെറിയ അരണ്ട വെളിച്ചത്തിൽ കിതാബ് നോക്കും. എന്നിട്ട് ദൂരെ പോയി പഠിക്കും. കടക്കാരന് ദേഷ്യം വന്നു. വലിയ തലവേദനയാണല്ലോ, കൂടെ എൻ്റെ കടയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് രാജാവിന് ആ കുട്ടിയോട് വലിയ അലിവുണ്ടായി. രാജാവ് ആ കുട്ടിയെ വിളിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു റാന്തൽ വിളക്ക് കൊടുത്തു. നീ ഇതുപയോഗിച്ച് നന്നായിട്ട് പഠിക്കും. അതുപോലെ തന്നെ എണ്ണ നിറയ്ക്കാനുള്ള പൈസയും കൊടുക്കുകയുണ്ടായി. എണ്ണ തീർന്നു കഴിഞ്ഞാൽ ഈ പൈസ ഉപയോഗിച്ച് എണ്ണ നിറയ്ക്കും. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹ്മൂദ് ഗസ്നവി സ്വപ്നം കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരുളുന്നു, അല്ലയോ ദബിസ്തഗീൻ്റെ മോനെ, നീ എൻ്റെ ഒരു അനന്തരാവകാശിയെ സേവിച്ച കാരണത്താൽ നിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ഇതിൽ കൂടി അദ്ദേഹത്തിന് രണ്ട് സംശയങ്ങളും മാറി. ഒന്ന്, താൻ ഇന്നയാളുടെ മോനാണ് എന്ന സംശയം മാറി. രണ്ട്, ആലിമീങ്ങളോട് വലിയ മതിപ്പ് വന്നു. അദ്ദേഹം പിന്നീട് മക്കളെയും കുടുംബത്തെയും എല്ലാ വിജ്ഞാനവുമായി ബന്ധിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സഞ്ചരിക്കുന്ന മാർഗത്തിന് മഹത്വം മനസ്സിലാക്കണം. നമസ്കാരക്കാരുടെ കീഴിൽ മലക്കുകൾ ചിറക് വിരിക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, വിജ്ഞാനം പഠിക്കുന്ന ആളിൻ്റെ കാലിൻ്റെ കീഴ്ഭാഗത്ത്, താഴ്ഭാഗത്ത് മലക്കുകൾ ചിറക് വിരിക്കുന്നതാണ്. എത്ര വലിയ മഹത്വമാണ്! ആകാശഭൂമികളിൽ വാഴ്ത്തപ്പെടുന്നവരാണ് നിങ്ങൾ മുത്തഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ. അതുകൊണ്ട് നമ്മൾ ഈ മേഖലയുടെ മഹത്വം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ വലിയ ഭരണാധികാരികളും അവരും വിജ്ഞാനത്തിൽ വലിയ താല്പര്യം കാണിക്കുമായിരുന്നു. മഹ്മൂദ് ഗസ്നവിയെ പറ്റി, അദ്ദേഹം പഴയ കാലഘട്ടത്തിൽ ആളല്ല, ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ഇടയിൽ കഴിഞ്ഞു കിടന്ന വ്യക്തിയാണ്. വിജ്ഞാനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. സ്വയവും പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു. അതിൻ്റെ പേരിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് അതുപോലുള്ള ആളുകൾക്ക് വലിയ സ്വീകാര്യത കൊടുത്തു.
ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ അതിഭയങ്കര ഭൂകമ്പമുണ്ടായി. അതിൽ ഏറ്റവും ശക്തമായ ഭൂകമ്പമുണ്ടായത് ഇദ്ദേഹത്തിൻ്റെ നാടായ ഗസ്നിയിലാണ്. പരിസരത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളും തകർന്നുപോയി. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ദാസൻ്റെ ഖബർ, അതിൻ്റെ ഭിത്തിയും മറ്റും ഇടിഞ്ഞെങ്കിലും ഖബർ സുരക്ഷിതമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇൽമിൻ്റെ വഴിയിലേക്ക് നമ്മൾ കടന്നു വന്ന് നമ്മൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. അള്ളാഹു തആല വലിയ അനുഗ്രഹമാണ്. വലിയ അനുഗ്രഹം വിചാരിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ വഴിയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ നല്ല നിലയിൽ ത്യാഗത്തോടുകൂടി പഠിക്കണം, പരിശ്രമിച്ച് പഠിക്കണം, സമയം പാഴാക്കരുത്. നമ്മളുടെ ഈ ചെറുപ്പത്തിൻ്റെ കാലഘട്ടം ഇത് ജീവിതത്തിൽ അമൂല്യ സമയമാണ്. ഇതുപോലെ ഒഴിവുള്ള, ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, അതുപോലെ നിങ്ങൾക്ക് വികസിക്കാനും വളരാനും പറക്കാനും കഴിയുന്നൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരിക്കലും ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല നിലയിൽ നിങ്ങൾ പഠിച്ച് വളരേണ്ടതാണ്. ആര് വളരാനും ഉയരാനും ആഗ്രഹിക്കുന്നു അവൻ പരിശ്രമിക്കണം. വിമാനം നിർമ്മിച്ച നിർമ്മാതാവിനെ പറ്റി പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. അദ്ദേഹം രാത്രി ഉറങ്ങുകയില്ലായിരുന്നു. കുറച്ചു നേരം കിടക്കും, എന്നിട്ട് ചാടി എഴുന്നേറ്റ് ഒരു സ്ക്രൂ അങ്ങോട്ട് തിരിക്കും, ഒരു സാധനം ഇങ്ങോട്ട് തിരിക്കും, ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകും, കുറേ നേരം ഒരു വണ്ടി ഉന്തിക്കൊണ്ടിരിക്കും, എന്നിട്ടത് പറക്കുന്നു നോക്കും, അവസാനം പറക്കുകയുണ്ടായി. ഇന്ന് ലോകം മുഴുവനും അത് വ്യാപകമായി. അതുകൊണ്ട് ആരാണ് ഉന്നതി ആഗ്രഹിക്കുന്ന അവർ പരിശ്രമത്തോടുകൂടി മര്യാദ നിലനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ആഗ്രഹത്തോടുകൂടി മുമ്പോട്ട് നീങ്ങട്ടെ. അള്ളാഹുവിനെ അനുഗ്രഹിക്കുന്നതാണ്. ഈ ചെറുപ്പ കാലഘട്ടം യുവത്വത്തിലേക്ക് കടക്കുന്ന സമയം ഒരുതരം ഭ്രാന്തിൻ്റെ സമയമാണ്. അത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ചെലവഴിച്ചാൽ അതിലൂടെ വലിയ വലിയ നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അത് പാഴാകും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കാലഘട്ടത്തിൽ ഒരു യുവാവിന്, 20 വയസ്സുള്ള യുവാവിന് എനിക്ക് ഹദീസ് പഠിക്കണമെന്ന അതിയായ ആഗ്രഹം വന്നു. അദ്ദേഹം നാടും വീടും വിട്ടിറങ്ങി നേരെ മഹാനവറുകളുടെ നാട്ടിലേക്ക് വന്നു. അന്ന് മഹാനായ ഇമാം ഭരണകൂടവുമായി പോരാട്ടം നടത്തി ഭരണകൂടത്തിൻ്റെ തെറ്റുകൾ ശക്തമായി അറിയിച്ചതിൻ്റെ പേരിൽ അവരദ്ദേഹത്തിന് വീട്ടു തടങ്കലിൽ ഇട്ടിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, ആരും അദ്ദേഹത്തിന് വീട്ടിലോട്ട് പോകാനും പാടില്ല. അതുകൊണ്ട് അങ്ങനെ നാട്ടിലെത്തിയ ആളുകളോട് ഇമാം അഹ്മദിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞ് മിണ്ടിപ്പോകരുത്, ആ ഒരു പേര് പറഞ്ഞു പോകരുത്, ഇയാൾക്ക് ജയിലിൽ പോകേണ്ടി വരും. കാരണം ഇന്നിൻ്റെ പ്രശ്നത്തിൽ അദ്ദേഹം വീട്ടു തടങ്കലിലാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇൽമു പഠിക്കണം, എന്ത് ചെയ്യണം? അദ്ദേഹം കാലിൽ ഒരു അഴുക്ക് തുണിയെടുത്ത് കെട്ടുകയുണ്ടായി. എന്നിട്ട് 2 വടി പിടിച്ച് കൈയും കാലും ഒടിഞ്ഞവനെ പോലെ വളരെ ബലഹീനനായി വഴിയിലൂടെ നടന്നു. അന്ന് യാചന നടത്തുന്നവർ അജ്റുക്കും അലല്ലാഹ്, പടച്ചവൻ നിങ്ങൾക്ക് നല്ല കൂലി തരും എന്നിങ്ങനെ വിളിച്ചു പറയുന്ന സ്വഭാവമുണ്ടായിരുന്നു. യാചിക്കുകയില്ല, അജ്റുക്കും അലല്ലാഹ് എന്ന് പറയും, ഇഷ്ടമുള്ളവർ കൊടുക്കും, അത്രയേ ഉള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് അജ്റുക്കും അലല്ലാഹ് എന്ന് യാചകന്റെ രൂപത്തിൽ പോകുകയുണ്ടായി. പോയി ഇമാം അഹ്മദിന്റെ വീട്ടിലെത്തി. അജ്റുക്കും അലല്ലാഹ്. ഇമാം അഹ്മദ് നേരത്തെ ഈ ശബ്ദം കേൾക്കേണ്ട, അതുകൊണ്ട് കുറച്ച് നാണയം കയ്യിലെടുത്ത് വെച്ചിരുന്നു. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ജനൽ തുറന്ന് അദ്ദേഹത്തിൻ്റെ പാത്രത്തിലേക്ക് പൈസ ഇടാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, തങ്ങളെ, ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല വന്നത്, അങ്ങയിൽ നിന്നും ഹദീസ് പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. അല്ലാഹ് മോനെ മിണ്ടിപ്പോകരുത്, നിന്നെ ജയിലിൽ കടത്തി നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഞാൻ ദിവസവും ഇതുപോലെ വരാം. അങ്ങ് 1-2 ഹദീസ് എഴുതി എനിക്കിതുപോലെ പൈസ തരുന്നത് ഇട്ടു തരണം, ഞാനിത് പോയി പഠിച്ചുകൊള്ളാം. ആ യുവാവിന് അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിൽ ഈ രീതിയിൽ ദിവസവും യാചകനെ പോലെ വന്ന് അദ്ദേഹം ഇൽമു പഠിക്കുകയുണ്ടായി. നാളുകൾക്ക് ശേഷം ഇമാം അഹ്മദ് മോചിതനായി. അദ്ദേഹത്തിന് ജാമിഅ മസ്ജിദിൽ ഒരു സ്വീകരണം നൽകപ്പെട്ടു. ജനങ്ങളെല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നു. ഈ വിവരം അറിഞ്ഞ ആ യുവാവും ജാമിഅ മസ്ജിദിലേക്ക് വന്നു. വളരെ ദൂരത്ത് മാറി പതുക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെയല്ല ആദരിക്കേണ്ടത്, ഈ പയ്യനെയാണ് ആദരിക്കേണ്ടത്, അവനെ ഇങ്ങോട്ട് വിടിൻ. എന്നിട്ട് അടുത്തേക്ക് വിളിച്ച് ആ പയ്യൻ്റെ ആ ത്യാഗം അറിയിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ മഹാന്മാർ ഇൽമ് കരസ്ഥമാക്കുന്ന ചെയ്ത ത്യാഗമാണ്. പിന്നീട് അദ്ദേഹം വലിയൊരു മുഹദ്ദിസായി മാറുകയുണ്ടായി. ഇന്ന് പടച്ചവൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് എന്ത് സൗകര്യമാണ്! നമുക്ക് താമസിക്കാൻ സൗകര്യം, കിടക്കാൻ സൗകര്യം, കഴിക്കാൻ സൗകര്യം, വിസർജന കാര്യങ്ങൾക്ക് സൗകര്യം, നിസ്കരിക്കാൻ സൗകര്യം, പഠിക്കാൻ കിതാബ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമ്മൾ ഈ ഒഴുക്കിൻ്റെ കൂട്ടത്തിലൊന്ന് നിന്നുകൊടുത്താലും മതി, നിയമം പാലിച്ചാൽ മതി, സുഖമായി വളരാനും ഉയരാനും സാധിക്കും. ഒരു കാലഘട്ടത്തിൽ ഇൽമിലും അമലിലും
ആളുകൾ മത്സരിക്കുമായിരുന്നു. എനിക്ക് ധാരാളം അറിവുണ്ടാകണം, അതിൽ മത്സരിക്കുമായിരുന്നു. എൻ്റെ അമലുകൾ നന്നാകണം, അതിൽ മത്സരിക്കുമായിരുന്നു. കാരണം ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം പൂരകമാണ്. ഒരാൾ വലിയ പണ്ഡിതനാണ്, പക്ഷേ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, അയാളെ കൊണ്ട് എന്ത് ഗുണം? ഒരു സ്ത്രീ വലിയ പണ്ഡിതയാണ്, പക്ഷേ സ്വഭാവം മോശമാണ്, ആ പെണ്ണിനെ കൊണ്ട് എന്ത് ഗുണം? ഇന്ന് ആളുകൾ പുതിയ ട്രെൻഡ് ആരംഭിച്ചിട്ടുണ്ട്, എനിക്ക് വലിയ ഹാഫിളത്തായ പെണ്ണ് വേണം. ഞാൻ അവരോട് പറയും, ദീനുള്ള പെണ്ണ്, സൽസ്വഭാവിയായ പെണ്ണ് അങ്ങനെ നിങ്ങൾ ദുആ ചെയ്യാൻ ആഗ്രഹിക്കും. അതുപോലെ ചിലർ പറയും, എനിക്ക് അന്താരാഷ്ട്ര പണ്ഡിതൻ വേണം. ഇല്ല, അള്ളാഹുവിന് നല്ലൊരു ദാസന് വേണം, ദീനുമായി ബന്ധപ്പെട്ട വ്യക്തിയെ വേണം എന്ന് പറയും. ഇതാണ് ആവശ്യം. ഒരു അത്ഭുതകരമായൊരു ചരിത്രം ദീനിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പിതാവ് വലിയ മുഹദ്ദിസാണ്. പിതാവ് ദർസെല്ലാം നടത്തി രാത്രി വീട്ടിൽ വരുമ്പോൾ ഇവർ പിതാവിൻ്റെ അരികിലിരുന്ന് ഇൽമ് കരസ്ഥമാക്കുമായിരുന്നു. വാപ്പ ഇന്ന് എന്തെല്ലാമാണ് പഠിപ്പിച്ചത്, ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ആ പെൺകുട്ടിക്ക് പ്രായമായി, വിവാഹത്തിൻ്റെ ആലോചന വന്നു, പക്ഷെ ഒന്നിനും അവർ തയ്യാറാകുന്നില്ല. ഒരു ദിവസം വാപ്പ ദേഷ്യപ്പെട്ട് ചോദിച്ചു, മോളെ എന്താ ഇത്, നീ വിവാഹത്തിന് തയ്യാറാകുന്നില്ലല്ലോ? വാപ്പ മറ്റൊന്നുമല്ല, എന്നേക്കാളും ഇൽമിലും അമലിലും കൂടിയ ഒരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കാനാണ്, ഒരു വ്യക്തിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് വിവാഹത്തിന് ശേഷവും ഇൽമും അമലുമായി ബന്ധപ്പെടണം. വിവാഹം തടസ്സമല്ല, നന്മയിൽ മുന്നേറാനുള്ള ഒരു മാർഗമാണ്. എനിക്ക് ഇനിയും ഇൽമ് പഠിക്കണം, എനിക്ക് അമലിൽ എനിക്ക് മുമ്പോട്ട് നീങ്ങണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, എൻ്റെ അരികിലേക്ക് പണ്ഡിതന്മാർ വരട്ടെ, ഞാൻ വളരെ വിനയത്തോടെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അവരവരുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എനിക്ക് കാണിച്ചു തരട്ടെ, അതിലെനിക്ക് ഗുണമുള്ള ആളുകളെ ഞാൻ തിരഞ്ഞെടുത്തുകൊള്ളാം. അങ്ങനെ പിതാവിൻ്റെ അപേക്ഷ പ്രകാരം പണ്ഡിതന്മാർ രചനകൾ എഴുതാൻ തയ്യാറായി. അതിൽ മുന്നിട്ട് നിന്നത് ഇമാം കാസാനി എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹം ബദായിഉ സ്വനാഇ എന്ന രചന രചിച്ചു തുടങ്ങി. ഒന്നാം ഭാഗം എഴുതി ഈ സ്ത്രീക്ക് കൊടുത്തു. അവർ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഞാൻ പഠിച്ചതാണ്. രണ്ടാം ഭാഗം എഴുതി കൊടുത്തു. ഇത് മാഷാ അല്ലാഹ് എനിക്കറിയാം. 3, 4, 5, 6, 7, 8 എല്ലാം പഠിച്ചു അവസാനം 10ാം ഭാഗത്തിൽ വളരെ ആഴമേറിയ മസലകൾ, വലിയ കുരുങ്ങിയ വിഷയങ്ങൾ അതിന് അദ്ദേഹം സമർത്ഥിച്ചുകൊണ്ട് എഴുതി. അത് വായിച്ചതിന് ശേഷം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ തയ്യാറാണ്. രണ്ടുപേരും വിവാഹിതരായി, വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു. ഇൽമിലും അവർ മുന്നേറി, അമലിലും മുന്നേറി. അവരുടെ ഇൽമിലെ മുന്നേറ്റമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആധികാരികമായ ഫത്വ എന്ന് പറയുന്നത്. ഒരു ഫത്വ എഴുതി അതിൻ്റെ അടിയിൽ ഒന്ന് ഈ ഭർത്താവ് അദ്ദേഹം ഒപ്പിടും, രണ്ടാമതായി ഭാര്യ ഒപ്പിടും, മൂന്നാമതായി ഈ ഭാര്യയുടെ പിതാവ് ഒപ്പിടും, നാലാമതായി അദ്ദേഹത്തിൻ്റെ ആ മുഹദ്ദിസ്, ആ കാലഘട്ടത്തിൽ മുഹദ്ദിസ് ഒപ്പിടും. ഈ 4 പേര് ഒപ്പിട്ട ഫത്വകൾക്ക് വലിയ സ്ഥാനം അന്നുണ്ടായിരുന്നു. വളരെ നല്ല നിലയിൽ അവർ ജീവിച്ചു, ഇൽമിലും അമലിലും മുന്നേറി. ഫാത്തിമ എന്നാണ് മഹദിയുടെ പേര്. അവസാനം അവർ ഭർത്താവിന് മുമ്പ് അവർ മരണപ്പെടുകയുണ്ടായി. ഇമാം കാസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ പറയുമായിരുന്നു, ആ പെണ്ണ് എന്നോട് വലിയ കൂറും കൃപയും കാണിച്ച പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ ആ പെണ്ണിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ച രാവും അവരുടെ ഖബറിൻ്റെ അരികിലുള്ള മസ്ജിദിൽ അദ്ദേഹം കഴിച്ചുകൂട്ടുമായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് എന്നോട് എല്ലാ വെള്ളിയാഴ്ച രാവും ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി കിടക്കുമായിരുന്നു, ഭാര്യയുമായി കഴിയുമായിരുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് മരണം വരെയും എൻ്റെ എല്ലാ വെള്ളിയാഴ്ച രാവുകളും അവൾക്ക് വേണ്ടി തന്നെ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇബാദത്തുകളിൽ കഴിയുമായിരുന്നു. ഇതാണ് നമ്മൾ മുമ്പിൽ കാണേണ്ട മാതൃകാ പുരുഷന്മാരും വ്യക്തിത്വങ്ങളും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നല്ല ആഗ്രഹത്തോടു കൂടി പഠിക്കൻ, നല്ല അതവോടുകൂടി പഠിക്കൻ. ആഗ്രഹമുള്ളവരും മര്യാദയുള്ളവരും മാത്രമാണ് ഉന്നതി പ്രാപിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. 2 വാക്ക് എഴുതിയിട്ട് മരണം വരെ ഓർക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ. ഞങ്ങൾക്ക് തലബുമുണ്ടാകും, അദബുമുണ്ടാകും. ആഗ്രഹത്തോട് ഇൽമു പഠിക്കും, മര്യാദയോടുകൂടി ഇൽമു പഠിക്കും. ഇൻഷാ അല്ലാഹ് ഒന്നുണ്ടായി മറ്റൊന്നുണ്ടായില്ല പ്രശ്നമാണ്. അതുകൊണ്ട് 2ഉം വേണം, തലബും വേണം, അദബും വേണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين. اللهم لك الحمد كله ولك المن كله، لك الشكر كله ولك الملك كله، لك الخلق كله ولك الفضل كله، وإليك يرجع الأمر كله، وإليك يصعد الكلم الطيب كله.
اللهم لك الحمد بالإسلام، لك الحمد بالإيمان، لك الحمد بالقرآن، لك الحمد حتى ترضى، لك الحمد إذا رضيت، لك الحمد بعد الرضا. اللهم آت نفوسنا تقواها فزكها أنت خير من زكاها، أنت وليها ومولاها. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا وقائدنا إليك وإلى رضوانك وإلى جناتك جنات النعيم. اللهم اجعل القرآن العظيم اللهم اجعلنا ممن يقرأ القرآن فيرقى، ولا تجعلنا ممن يقرأ القرآن فيشقى. اللهم لا تردنا خائبين، بل ردنا إلى ديننا ردا جميلا. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. لا إله إلا أنت سبحانك إنا كنا من الظالمين. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا محروما ولا مطرودا. اللهم وما زويت عني مما أحب فاجعله فراغا لي فيما تحب. اللهم ارزقنا شهادة في سبيلك، واجعل موتنا في بلد رسولك يا أكرم الأكرمين. اللهم تقبل منا أقدامنا وأقلامنا وجميع أعمالنا عاجلا غير آجل يا رب العالمين. بسم الله على ديننا، بسم الله على دنيانا، بسم الله على أهلنا، بسم